ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിക്കുന്ന ഈ നോമ്പുകാലം അനുതാപത്തിൻ്റെയും തിരുത്തലിൻ്റെയും തിരിച്ചുവരവിൻ്റെയും നാളുകളായി തീരണം. ഈ ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കുന്ന ദൈവവചനം നമുക്ക് രൂപാന്തരം നൽകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 39-ാം ദിനമാണ്. ഇന്ന് ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് 21-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് 12-ന്റെ 44-ാം വാക്യമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിലൂടെ ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയാകണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിൽ പരീശന്മാരും ഹെരോദ്യരും സദൂക്യരും യേശുവിനെ ചോദ്യങ്ങൾ ചോദിച്ച് കെണിയിലാക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശാസ്ത്രിമാർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. അവർ ബാഹ്യമായ ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്നവരാണെന്ന് യേശു വിമർശിക്കുന്നു. അതിനുശേഷമാണ് ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ പണമിടുന്നവരെ യേശു ശ്രദ്ധിക്കുന്നത്. സ്ഥാനമാനങ്ങൾ കൊണ്ട് ഒരുവനിലേക്ക് അടുപ്പം സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ഈ ലോകത്ത് യേശു തിരഞ്ഞെടുക്കുന്നത് ദരിദ്രയായ വിധവയാണ്. ധനവാന്മാർ വലിയ പണക്കിഴികൾ അർപ്പിക്കുന്നതിൻ്റെ ഇടയിൽ 2 കാശ് അർപ്പിച്ച വിധവയുടെ പ്രവൃത്തിയെ യേശു പ്രശംസിക്കുന്നു. ഒന്നാമതായി, വിധവയുടെ സമ്പൂർണമായ സമർപ്പണമാണ് അവൾ തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയത്. ധനവാന്മാർ അർപ്പണം നടത്തിയെങ്കിൽ അതിൽ ത്യാഗത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. വിധവ തനിക്കുള്ള ഉപജീവനം മുഴുവൻ അർപ്പിച്ചപ്പോൾ ധനവാൻ ദൈവം നൽകിയതിൻ്റെ ഒരംശം മാത്രമാണ് അർപ്പിച്ചത്. നന്മകളെ നാം സ്വീകരിക്കുന്നതിൻ്റെ കണക്ക് സൂക്ഷിക്കാറില്ല. എന്നാൽ നാം നൽകുന്നതിൻ്റെ കണക്ക് കൃത്യമായി എണ്ണി പറയാറുണ്ട്. ഇവിടെ വിധവയുടെ അർപ്പണ മനോഭാവം പ്രശംസ അർഹിക്കുന്നു. രണ്ടാമതായി, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതെ വിശ്വാസത്തോടെയുള്ള പ്രവൃത്തി. തൻ്റെ ഭാവിക്ക് വേണ്ടി ഒട്ടും മാറ്റിവെക്കാതെയാണ് ഈ സ്ത്രീ ദൈവം മുമ്പാകെ ദാനം നടത്തിയത്. തൻ്റെ ഉപജീവനത്തിനു വേണ്ടി വിധവ എന്താണ് ചെയ്യുന്നത് എന്ന് വേദഭാഗത്ത് പറയുന്നില്ല. തൻ്റെ ഇല്ലായ്മയിലും സമൃദ്ധമായി ദൈവത്തിന് നൽകാൻ ഈ സ്ത്രീക്ക് സാധിച്ചു. ആരും തുണയില്ലാത്ത ഏകയായ സ്ത്രീ തൻ്റെ സമ്പാദ്യം സമർപ്പിച്ചത് നാളെയും തന്നെ കരുതുന്ന ദൈവമുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ്. തൻ്റെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്നും അതുകൊണ്ട് ആകുലപ്പെടേണ്ടതില്ലെന്നും അവൾ തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുന്നു. ഈ സ്ത്രീ നമ്മെ വെല്ലുവിളിക്കുന്നു. നമുക്കിത് സാധിക്കുമോ? ദൈവം നൽകിയ കഴിവുകൾ, താലന്തുകൾ, വിഭവങ്ങൾ, ആരോഗ്യം, ബുദ്ധി ഇവയെല്ലാം പൂർണ്ണമായി ദൈവത്തിന് അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും നാം ദൈവത്തിന് എത്ര പ്രാധാന്യം നൽകുന്നുണ്ട്? വിധവയുടെ അർപ്പണത്തെ പുകഴ്ത്തുന്നതിലൂടെ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി തന്നെ പൂർണ്ണമായി യാഗമായി അർപ്പിച്ച യേശുവിൻ്റെ സ്നേഹം നമ്മെ ഇന്ന് വെല്ലുവിളിക്കുന്നു. നമുക്ക് ദൈവം മുമ്പാകെ നമ്മെ തന്നെ അർപ്പിക്കാം. ഭാവിയെക്കുറിച്ച് ആകുലതകളില്ലാതെ കരുതുന്ന ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം നാം നയിക്കണം. അതിനായി ഈ നോമ്പ് ദിനങ്ങൾ നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.